LDFും UDFും വലിയ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങളും വസ്തുതകൾ പരിശോധിക്കാതെ ആ പ്രചാരണത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. കണക്കുകൾക്ക് കള്ളം പറയാനാവില്ല. വ്യാഖ്യാനങ്ങൾ എന്തായാലും ഈ NDA സർക്കാർ വരുന്നതിന് മുമ്പ് 10 വർഷം ഇവിടെ ഭരിച്ചത് UPA ഗവൺമെൻറ്റാണ്, ഇപ്പോഴത്തെ ഇന്ത്യ. അതിൽ 5 കൊല്ലം CPM ഉണ്ടായിരുന്നു. ആ 10 വർഷം കേരളത്തിന് കേന്ദ്രം നൽകിയ സഹായങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെടും. 10 വർഷം 2004 മുതൽ 13 അവസാനം വരെ കേന്ദ്രം കേരളത്തിന് നൽകിയ സാമ്പത്തിക സഹായം എന്ന് പറയുന്നത് 46,000 കോടി രൂപയാണ്. അതിൽ ധനകാര്യ കമ്മീഷൻ്റെ ടാക്സ് ഷെയർ ഉണ്ട്, അതുപോലെ മറ്റ് ഗ്രാൻറ്റുകളുണ്ട്. പലതരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളുണ്ട്. 2014 മുതൽ 24 വരെ ഈ ഇനത്തിൽ മാത്രം മോദി സർക്കാർ കേരളത്തിന് നൽകിയത് 1,57,000 കോടി രൂപയാണ്. ഇന്ന് ഒരു പ്രധാന പത്രം, സ്വാതന്ത്ര്യ സമരത്തോളം ചരിത്രമുള്ളൊരു പത്രം, അതിൻ്റെ 1ാമത്തെ പേജിൽ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു. ആ പത്രം പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളമാണ്. പത്ത് വർഷം UPA ഗവൺമെൻറ് റെയിൽവേ ബജറ്റിൽ തുടർച്ചയായ 10 വർഷത്തെ കണക്ക് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ, നിങ്ങൾക്കും പരിശോധിക്കാം, ആവറേജ് 370 കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിൽ റെയിൽവേക്ക് നൽകിയത്. ഈ വർഷം 3,410 കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്. മനോരമ പത്രം വർധനവ് 51 കോടി മാത്രമേ ഉള്ളൂ എന്നാണ്, കമ്പയറിംഗ് ടു ലാസ്റ്റ് ഇയർ. അതായത് ഇത്ര തന്നെ തുക, 51 കോടി രൂപ കുറച്ച് 3,470 കോടിയിൽ 51 കോടി രൂപ, അത്ര തന്നെ തുക കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. 371 കോടി രൂപ ആവറേജ് 10 വർഷം കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന റെയിൽവേയുടെ കാര്യത്തിൽ 3,400 കോടി പ്രതിവർഷം ഇപ്പോൾ